പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണ് നിറയെ കാണാനായിട്ടൊരു വസന്തകാലം ഒരുക്കി ഇങ്ങനെ നിറയെ പൂക്കളായിട്ടൊരു വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ. സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ, അടിപൊളിയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയും എൻ്റെ റിലേറ്റീവും കൂടി ആയിട്ടുള്ള ഞാൻ ഷാഹിദ മുമ്മയാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ ഓർക്കിഡ് ലവേഴ്സിനും അല്ലെങ്കിൽ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കണ്ണ് നിറച്ച് കാണാനായിട്ട് ഒത്തിരി പ്ലാന്റുകൾ ഫ്ലവർ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കാണാവേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തതും ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ഉമ്മുമ്മാണ്. ഉമ്മുമ്മാന്ന് വിളിക്കാനൊന്നും തോന്നത്തില്ല കണ്ടാൽ. അതെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ കൊച്ചുമ്മ അല്ലയോ, കൊച്ചുമ്മൂമ്മ. അപ്പോൾ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓർക്കിഡ്സിനെ പറ്റിയിട്ട് ഭയങ്കര അറിവുള്ളൊരു വ്യക്തിയാണ്. അതായത് ഓർക്കിഡ്സ് വളർത്തി അത്രത്തോളം ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. മക്കളെ നോക്കുന്നത് പോലെയാണ് ഓരോ പ്ലാന്റുകൾ നോക്കുന്നത് കേട്ടോ. ഉമ്മ പൊതുവെ ആൾക്കാരൊക്കെ പറയും ഓർക്കിഡിന് ഭയങ്കര ജോലിയാണ് അത് നോക്കുന്നത്. അങ്ങനെ എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ഓർക്കിഡാണ്. എനിക്ക് അതാണ് ഞാൻ വളർത്തുന്നത്. കാരണം ഈ റോസൊക്കെ വളർത്തുമ്പോൾ നമുക്ക് അത് എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തും. കുറേ അസുഖങ്ങളൊക്കെ വരും. എനിക്ക് അതാ അനുഭവം വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഓർക്കിഡാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഇഷ്ടമല്ല, വളർത്താൻ ഏറ്റവും സിമ്പിളായിട്ട് വളർത്താം, ഏറ്റവും സുഖം. മക്കടുത്തൊക്കെ മാസങ്ങളോളം പോയി നിൽക്കുമ്പോൾ പോലും അയ്യോ അവർക്ക് വെള്ളം കൊടുത്താൽ അവർ ജീവിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാത്തിരിക്കുവായിരിക്കും. അവർക്ക് വരുമ്പോ എന്തൊരു സന്തോഷമാണ്. ശരിക്കും ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുമ്പോ അവർക്കൊരു വിഷമമാണ്, തിരിച്ചു വരുമ്പോ ഒരു വിഷമം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. ശരിക്കും അനുഭവിച്ചിട്ട് ഓർക്കിഡാണ് എല്ലാ പ്ലാന്റ്സിലും വെച്ച് ഏറ്റവും സുഖമായിട്ട് വളർത്താൻ പറ്റുന്നത്. അതും സ്പെഷ്യലി എല്ലാരും കേട്ടല്ലോ, അത്രയും സിമ്പിളാ. ഒരുപാട് പേര് എന്നെ എന്നും വിളിച്ചിട്ട് ചോദിക്കും ഇത് ഭയങ്കര പാടല്ലേ. ഒരു പാടില്ല, അത് അവരെ സ്നേഹിക്കുന്ന ഓർക്കിഡ്സിനെന്ന് തോന്നിക്കാണും. ഫസ്റ്റ് നമുക്ക് വളർത്താൻ ചിലപ്പോൾ നമ്മളോട് അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അവർക്കൊരു ഫീലിംഗ് വരണം. ശരിക്കും അവർക്ക് ലൈഫ് ഉണ്ട്, അവർക്ക് തോന്നണം ഇവര് നമ്മളെ നോക്കും, ഇവര് നമ്മളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അറിയാം ഇവർക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് കൂടെ നിന്നോളും. ഒരു പ്രശ്നവും ഇല്ല, അടിപൊളിയായിട്ട് വളർത്താം. ഇനി എന്തൊക്കെ രോഗങ്ങളാ സാധാരണയായിട്ട് ഫേസ് ചെയ്യുന്നത് ഇതിന്റെ ഓർക്കിഡ്സില്? എനിക്കങ്ങനെ വലുതായിട്ട് വരാറില്ല. ചീയൽ രോഗം വരുമെന്ന് പറയും. അത് വെച്ചാൽ നമ്മളാ കൂമ്പ് ചെയ്യല് പിന്നെ അടിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വരാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കും. ഏതൊക്കെയാ കൊടുക്കുന്നത്? സാധാരണ കൊടുക്കുന്ന കോണ്ടാഫ് ലിക്വിഡ് ഫോമിലുള്ളത്, പിന്നെ സാഫുണ്ട്, സാഫും കൊടുക്കും. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് 3% വാങ്ങിച്ചിട്ട് അത് ചിലപ്പോൾ ഈ സാഫിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അതാണ് ആ ഒരു അസുഖം സാധാരണ കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്ന മുട്ട് കരിഞ്ഞു പോകും. അതൊരു വലിയ ഇഷ്യൂ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ അജിമിക്കുട്ടിയും കൂടെ പറഞ്ഞു തന്നതാ. ഞാൻ സാധാരണ കൊടുക്കുന്നത് ഇതായിരുന്നു, എന്താ ടാറ്റയുടെ അതായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ മോള് പറഞ്ഞു തന്നതിന് ശേഷം അറ്റാറയും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നീയാണ് പറഞ്ഞു തന്നത് 4 ദിവസം കൂടുമ്പോ അടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു 3 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് അങ്ങ് രക്ഷപ്പെട്ടു. പിന്നെ നമ്മള് പിന്നെ 2 ആഴ്ചയിലൊരിക്കൽ ഒന്ന് അടിച്ചു കൊടുക്കണം.
അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ പ്രശ്നം ഉള്ളപ്പം കണ്ടിന്യൂസ് ഒരു 4 ദിവസം വെച്ച് ഇടവിട്ടടിക്കും. പിന്നെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ കൊടുത്താൽ 2 ആഴ്ചയിലൊരിക്കൽ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക. അന്നേരം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. പുതിയ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ കമ്പൾസറി കൊടുക്കണം, കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കാരണം പുറത്തുനിന്നൊക്കെ നമ്മൾ പ്ലാന്റ് വാങ്ങിച്ചോണ്ട് വരുമ്പോ അവിടെ ഒക്കെ ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതെ അതെ, അത് മനസ്സിനെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി മുട്ട കരിഞ്ഞു പോണത്. അതെ, ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാന്റ് തന്നെ സൈസായി ഫ്ലവർ കുറച്ച് നാൾ ഇപ്പൊ ഒരു സീഡ്ലിംഗ് വാങ്ങിച്ചു വയ്ക്കുന്ന ഒരാൾക്ക് 1 വർഷം കഴിയണം എന്തായാലും ഒരു ഫ്ലവർ ആയി ഒരു സ്പൈക്ക് വരാൻ, ആ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് എത്താൻ. പിന്നെ എനിക്കൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഈ പുതുതായിട്ട് പ്ലാന്റ് വാങ്ങിക്കുന്നവരെ എല്ലാവരും പറയും സീഡ്ലിംഗ് വാങ്ങിച്ചു വെച്ച് വളർത്തണമെന്നാ പറയുന്നത്. എന്റെ അഭിപ്രായം അങ്ങനെയല്ല. 10 മെച്യൂർ പ്ലാന്റ് വാങ്ങിക്കുക, 10 സീഡ്ലിംഗ് കൂടെ വാങ്ങിക്കുക. അത് ഈ മെച്യൂർ പ്ലാന്റിനകത്ത് പൂ കാണുമ്പോ നമ്മള് മനസ്സില്ല 1 വർഷം കാത്തിരിക്കേണ്ടി വരത്തില്ല. ഈ തൈ വാങ്ങിച്ചു വെക്കുമ്പോൾ അത് കാത്തിരുന്നിട്ട് മടുത്ത് 1 വർഷം കാത്തിരുന്നിട്ട്. അതേസമയം 10 സീഡ്ലിംഗും 10 മെച്യൂർ പ്ലാന്റ് കൂടെ, മെച്യൂർ പ്ലാന്റ് ഫ്ലവർ കാണുകയും ചെയ്യാം, മറ്റേ നമ്മള് വളർത്തി പഠിക്കുകയും ചെയ്യാം. ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്യും. അപ്പൊ എല്ലാരും പ്ലാന്റ് കളക്ട് ചെയ്യുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് വലിയ പ്ലാന്റ് തന്നെ സെലക്ട് ചെയ്താൽ എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്ക് ഗാർഡൻ ചെയ്യാം. അത് ഓർക്കിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് അതാ. സീഡ്ലിംഗ് മാത്രം വളർത്തിയിട്ട് നമ്മൾ കാത്തിരിക്കാതെ ആദ്യം മെച്യൂർ പ്ലാന്റ് ഉള്ള ഫ്ലവർ ഉള്ള പ്ലാന്റ് അങ്ങ് വാങ്ങിക്കണം. അതന്നെ വാങ്ങിക്കണം. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ നല്ല പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൂവുള്ളത്, ഇപ്പം പൂവില്ലെങ്കിലും നമുക്ക് വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് വളർത്തുമ്പോൾ നമുക്ക് അറിയാം അത് കിട്ടുമെന്നുള്ള. വളർത്തി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഒത്തിരി അറിവുകളുള്ള ഒരാളാണ് ഓർക്കിഡ്സിനെ പറ്റി. കേട്ടല്ലോ ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. കാരണം ഞാനൊക്കെ ആദ്യം ഓർക്കിഡ് വളർത്തുന്ന സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഉമ്മ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാണ് പഠിച്ചത്. ഓർക്കും കേട്ടോ, നിന്റെ വളർച്ച കാണുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും. അതെ, ഏരിയയിലായിട്ട് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഉമ്മ. ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലോ. ഇത് ഒരുപാട് എല്ലാ കളേഴ്സും, ഏത് കളർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താലും അന്നം തന്നെ അത് വാങ്ങിച്ചിട്ട് വെക്കും. ക്രൈസ് കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ഫെലനോപ്സിസും മൊക്കാറയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യാത്ര പോകുമ്പോൾ മോൻ്റെ അടുക്കേട്ടൊന്ന് പോകുമ്പോൾ മക്കളുടെ അടുക്കേട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫെലനോപ്സിസിന് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ചീത്തയായി. ജോലിക്കാരെ വെള്ളം ഒഴിപ്പിക്കുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാം കേടാവും. അതുകൊണ്ട് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഓർക്കിഡാണ് ഫുള്ളായിട്ട് വെച്ചേക്കുന്നത്. ഡെൻഡ്രോബിയത്തിന്റെ എല്ലാ വെറൈറ്റീസും ഇറങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഞാൻ 1 മാസം തൊണ്ട് വെള്ളത്തിയിട്ട് അതിന്റെ കറകളെല്ലാം കളഞ്ഞ് അത് ചതച്ച് പിന്നെ ഫംഗിസൈഡിൽ മുക്കി ഉണക്കി എടുത്തതിനകത്താണ് മെച്യൂർ പ്ലാന്റ്സ് മൊത്തം ഞാൻ കരിയില്ല, കരി മാത്രം ഉപയോഗിച്ചു. കരിയും ട്രീറ്റ് ചെയ്തിട്ടാണോ വയ്ക്കുന്നത്? കരി നമ്മൾ വാങ്ങിച്ചിട്ട് ദിവസമൊന്നും വെള്ളത്തിൽ കിടക്കണ്ട, 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി പിന്നെ നല്ല വെയിലത്തിട്ട് സൺലൈറ്റ് ഇട്ട് ഉണക്കി. ആ കെയറിങ് ആയിട്ടോണം മക്കളെ നോക്കുന്ന പോലെ നോക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര ശ്രദ്ധിച്ചാണ്. അതെ അതെ, അതെനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യും. കാരണം നീ മോള് നോക്കിയിട്ട് എനിക്കറിയാം. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാ. നമുക്ക് ആ പ്ലാന്റുകൾ ഓരോന്നും കാണുമ്പോ അറിയാം അതിന് എത്രത്തോളം സ്നേഹം കൊടുത്തിട്ടാ. ഇത് മാത്രമല്ല, കുറെ സ്നേഹവും കൂടെ ഇതിന് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ പ്ലാന്റ്സിനെ എത്രത്തോളം സ്നേഹിക്കുന്നോ അവർ അത്രത്തോളം നമുക്ക് തരും. കാരണം ശരിക്കും അത് മനസ്സിലാക്കിയ പണ്ടെല്ലാവരും പറയും പട്ടിക്ക് സ്നേഹം കൊടുത്താലാ തിരിച്ചു തരുന്നത്. ശരിക്കും എനിക്ക് എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ ആ സ്നേഹം ഞാൻ നോക്ക്. ഇത് തന്നെ ഇപ്പം തന്നെ 4 ഓരോന്നും വരും. ഈ ചൂടത്ത് തന്നെ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അവർക്ക് സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിലൊരിക്കൽ അതിന് വളപ്രയോഗം സ്പ്രേയർ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നുണ്ട്. എന്ത് വളമാണ് സാധാരണ കൊടുക്കുന്നത്? ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. 19-19, 20-20 ഏതെങ്കിലുമൊക്കെ മാറി. പിന്നെ NPK തന്നെ പൊട്ടാഷ്യം കൂടുതലുള്ളത്, ഫോസ്ഫറസ് കൂടുതലുള്ളത്, അങ്ങനെ മടക്കും. എത്ര ദിവസം ഇടവേള കൊടുക്കും? ആഴ്ചയിൽ 1 പ്രാവശ്യം ദിവസം എടുക്കത്തോളൂ. അതെനിക്ക് രാവിലെയാണ്. നേരത്തെ 5 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ കൊടുക്കും. നേരത്തെ ഞാൻ 4 ദിവസം കൂടുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് അത്രയും പറ്റാത്തോണ്ട് ഈ ചൂടും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഭയങ്കര വെയിലല്ലയോ ഇപ്പം. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 1 ദിവസം കൊടുക്കും. അങ്ങനെ വളം കൊടുക്കും. പിന്നെ വല്ലപ്പോഴും ഇടയ്ക്ക് വെച്ച് 2 ആഴ്ച ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ 1 ആഴ്ച ഞാൻ
നമ്മുടെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ഞാൻ കൊടുക്കത്തൊന്നുമില്ല. ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും. പിന്നെ ബനാനയുടെ ഒരു ഇതുപോലുള്ള പുളിപ്പിച്ച് കൊടുക്കുന്നത് അതും കൊടുക്കും. അത് തൊലി എടുത്തിട്ടുണ്ട് മുഴുവനെ ബനാനയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന കണക്ക് അതുപോലെ ഞാൻ ബനാന പൂക്കാന് നല്ലതാണ്. അതെ അതെ, അത് കൊടുക്കും. അതെ, അത് നമ്മൾ പുഴുങ്ങത്തൊന്നും ഇല്ലല്ലോ, അങ്ങനെ തന്നെ കട്ട് ചെയ്തിടുവോ? ഞാൻ കട്ട് ചെയ്തിടും. പുഴുങ്ങത്തോ അതും ശർക്കരയും കൂടെ ഇട്ടിട്ട് നമ്മള് ഫിഷ് അമിനോ ആസിഡിന് ഒരു ലെയർ ശർക്കര പിന്നെ ഒരു ലെയർ ഫിഷ് അങ്ങനെ എടുക്കുന്ന കണക്ക് ഒരു ലെയർ ശർക്കര പിന്നെ ഒരു ലെയർ ബനാന പിന്നെ ഒരു ലെയർ ശർക്കര അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എത്ര ml ഉപയോഗിക്കും 1 ലിറ്ററിലേക്ക്? 5 ml 5 ml 1 ലിറ്ററിൽ. നല്ല അടിപൊളി വളം. പിന്നെ കപ്പലിന്റെ പിണ്ണാക്കൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല? നേരത്തെ കൊടുക്കുമായിരുന്നു. എനിക്ക് ആ കപ്പലിന്റെ പിണ്ണാക്കിന്റെ ഒക്കെ മണവും പിന്നെ അത് അരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഇപ്പൊ എല്ലാരും പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ കിടക്കുമ്പോ ഇലയൊക്കെ വാടിപ്പോവും അങ്ങനെ ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്റെ ബോഡിയുടെ നോക്കിയിട്ട് ഞാൻ വിചാരിക്കും അത്രയും കിടന്ന് ഓർഗാനിക് ഉണ്ടാക്കാൻ ഇത്തിരി പ്രയാസമല്ലേ? അതെ, സത്യം. പിന്നെ ഇലയൊക്കെ അരച്ച് പിഴിഞ്ഞൊക്കെ എടുക്കുന്നത് ഇച്ചിരി പ്രയാസമാണ്. ഇപ്പൊ ഇത് രണ്ടേ കൊടുക്കുന്നുള്ളോ? പിന്നെ വേസ്റ്റ് ബിന്നിന്ന് വരുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, വെർമി അല്ല മറ്റേ നമ്മുടെ അത് വല്ലപ്പോഴും ഒക്കെ ബയോസ്ലറി ഇല്ലയോ? ബയോസ്ലറി അത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുമോ? ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം കൂടെ ബാസ്ക്കറ്റിലാക്കിയിട്ട് അതിന് സ്ലറി എടുത്ത് കൊടുക്കും. സ്മെല്ലുണ്ടോ? ബാസ്ക്കറ്റിലല്ല, എനിക്ക് ഡീകമ്പോസർ ഉണ്ട്, വേസ്റ്റ് ഡീകമ്പോസർ. അപ്പൊ അതിന് ടാപ്പ് വെച്ച് കിട്ടും. അത് ഡൈല്യൂട്ട് ചെയ്ത് അതെ, ടിപ്പൊക്കെ നോക്കി വെച്ചു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അത് ഓർഗാനിക്കിൽ അത് 3 കൊടുക്കുന്നുള്ളൂ ഇപ്പോഴും. നേരത്തെ കപ്പലണ്ടി പിണ്ണാക്ക് ഭയങ്കര നല്ലതാണ്. സ്മെല്ലിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സ്മെല്ല് പോണെങ്കിൽ ശർക്കര ഇട്ടാൽ മതി, അത് പക്ഷെ എനിക്ക് മെനക്കെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കെയറിങ് ആ കൊടുക്കുന്നത് പ്ലാന്റിന്? നമ്മുടെ ഫോളോവേഴ്സിന് ഒന്ന് കുറച്ച് ടിപ്പുകളൊന്ന് ഷെയർ ചെയ്യും. എന്നും വെള്ളം ഒഴിക്കും, രാവിലെ മാത്രം, ഒരു നേരം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കത്തുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മീഡിയ എന്ന് വെച്ചാൽ കരിയാണ്, കരി മാത്രം. ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് കരി. പക്ഷേ സീഡ്ലിങ്സ് ആണ് ഞാൻ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഞാൻ എപ്പോഴും തൊണ്ടിനകത്തേ വെക്കും. തൊണ്ടിനകത്ത് വെക്കുമ്പോൾ തൊണ്ട് ഒരുപാട് ട്രീറ്റ് ചെയ്തിട്ട് ആരോഗ്യ പ്രശ്നം പ്രായമായി വരുമല്ലേ, അതിന്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും നമുക്കുണ്ടാവും. പിന്നെ ഇവരെയൊക്കെ നോക്കുന്നതുകൊണ്ടാണ്, ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ പ്ലാന്റ് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അവരെ നോക്കുമ്പോൾ അവർക്ക് ആ സ്നേഹവും തോന്നും. ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ എല്ലാരും, നമ്മളും. അത് തന്നെ, ആ കെയറിങ്ങിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. ആ ഓരോ പ്ലാന്റിന്റെ ഓരോ ഇലയും അത് പറയുന്നുണ്ട് നമ്മളോട്. ഇത് ഫ്ലെയിം റെഡാ. ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ. നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ ഈ ഫ്ലെയിം റെഡിന്. അതുപോലെ തന്നെ പിങ്കും ആ മജന്ത ഷെയ്ഡുകളും തൊട്ടടുത്തുണ്ട്. സിൻഡോയ് ഓറഞ്ച്. എല്ലാത്തിനും പേരോ പറഞ്ഞേര്. അടുത്ത ഏതാ? ഇതാണ് ചില്ലി ഐസ്ക്രീം. അത് അവിടെ ശരിക്കും പൂത്തിരിപ്പുണ്ട്, ചില്ലി ഐസ്ക്രീം. ഇത് വീര പിങ്ക്. പേരറിയാത്തവരൊക്കെ കേട്ടോ, പേരുകളൊക്കെ. വീര ഡാർക്ക് പിങ്ക്. തിമ്മ റെഡ്. ഇത് തിമ്മ റെഡ്. ഇതെല്ലാം അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണോ? കുറച്ച് പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്തിട്ട് അതിന്റെ കട്ടിങ്സ് എടുത്ത് ഞാൻ വളർത്തി. അതെ, ചെറിയൊരു വരുമാനവും അതിനകത്ത് കണ്ടെത്തും. ഈ ഒരു പ്ലാന്റ്സിന് ആവശ്യമായ വളങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള. അതെ, കാരണം ഇത്രയും പ്ലാന്റുകൾക്ക് വളം കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവും ഇല്ലയോ? ഇത് ഗോൾഡ് സൺഷൈൻ. ഇത് ചേഞ്ച് ചെയ്യോ കളറ്? ചേഞ്ച് ചെയ്യുന്നു. 8 കളറായിട്ട് വരും. 8 കളർ എന്നാണ് പറയുന്നത്. അത് കൊള്ളാമല്ലോ. ഇത് ഫ്ലെയിം റെഡ്, ഇത് ഫയർ ഓപ്പൽ, ഇത് സിൻഡോയ് ഓറഞ്ച്, ഇത് ബട്ടർ കപ്പ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇത് നല്ല പ്ലാന്റ്സ് ആയിരുന്നു, പക്ഷെ അതിന്റെ കളർ പോയി. ഇത് വാട്ടർ മെലൻ കിസ് എന്നായിരുന്നു പറയുന്നത്. അത് ഫെയ്ഡ് ആയിപ്പോയി. ഇതുണ്ട് നല്ല, എനിക്ക് ഭയങ്കര പൊഴിയാറായി. അതുകൊണ്ടാണ്. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യോ അതോ കട്ട് ചെയ്യും? ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യും. ലോൺ റൂട്ട് ഉണ്ട്. ഇത് വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു വെറൈറ്റി ബ്രിസ പീച്ച്.
ബൊഗൈൻവില്ല ഇത്ര നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നല്ല ലഷായിട്ടിരിക്കാൻ വേണ്ടി നല്ലൊരു പോട്ടി മിക്സ് ആയിട്ടോ ഉമ്മ കൊടുക്കുന്നത്. ഇവിടെ പോട്ട് ചെയ്തൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പോട്ടി മിക്സ് ആവുമ്പോൾ അതിനകത്ത് കൊടുക്കുന്നത്? ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മണ്ണാണെങ്കിൽ ഇത് ഹൈബ്രിഡ് ബോഗൻവില്ലാസ. ഇതിന് മഴക്കാലത്ത് മഴ പോയിക്കൊണ്ടിരുന്നാല് അതിന്റെ വേരിന് അഴുകാനുള്ളത് സാധ്യതയുണ്ട്, വെള്ളം കെട്ടി നിന്നാൽ. അതുകൊണ്ട് നല്ല വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്ന ഒരു മണ്ണ്. അതിനൊക്കെ മിക്സ് ഉപയോഗിക്കാൻ കൂടുതൽ ഞാൻ പിന്നെ മണലെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മണല്, ആറ്റുമണല് കിട്ടാൻ പ്രയാസം. ഈ മഴയൊക്കെ പെയ്യുമ്പോഴും ഒലിച്ചു വന്ന് മണൽ മാത്രമുള്ള അതെടുക്കും. പിന്നെ ഞാൻ കുറച്ച് ആറ്റുമണൽ വാങ്ങിക്കുകയും ചെയ്യും, മണലെടുക്കും. പിന്നെ മണലെടുക്കുന്നതിന്റെ 1/3 ഭാഗം ചുമന്ന മണ്ണെടുക്കും. ചുമന്ന മണ്ണ്. പിന്നെ ഞാൻ കുറച്ച് ഉമ്മി ചേർക്കും. കൊക്കോപ്പീറ്റ് ചേർക്കുവോ? ഇല്ല, ഞാൻ ഒട്ടും കൊക്കോപ്പീറ്റ് ബോഗൻവില്ലയ്ക്ക് ചേർക്കത്തില്ല. എനിക്ക് അഴുകിപ്പോയി അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ബോഗൻവില്ലയ്ക്ക് കൊക്കോപ്പീറ്റ് ചേർക്കത്തില്ല. നല്ല ലൂസായിട്ടുള്ള മണ്ണ്. വെള്ളം ഒഴിക്കുമ്പോൾ അതിനേ പോകുന്ന മണ്ണായിരിക്കണം. അതിലാവുമ്പോ അതിനൊരു കുഴപ്പവും വരത്തില്ല. ഹൈബ്രിഡ് ബോഗൻവില്ല മറ്റേ സാധാ ടൈപ്പിന് സാധാ ടൈപ്പ് കിളിച്ച് വരും. പക്ഷേ ഹൈബ്രിഡ് ബോഗൻവില്ലകൾ അങ്ങനെ ഇങ്ങനെ വേണം ചെയ്യാൻ. കമ്പോസ്റ്റ് ആഡ് ചെയ്യോ? കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ഓരോ കപ്പ് ഒരു ചട്ടിക്ക് വരും. അതെല്ലാം ഓരോ കപ്പ് ചട്ടിക്ക് വരും. പിന്നെ കുറച്ച് ഫംഗിസൈഡും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് പോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോട്ട് ചെയ്താൽ നല്ല കിടിലമായിട്ട് പ്ലാന്റ് ഇതുപോലെ ഫ്രഷായിട്ട് വളർന്നേക്കുവേ. ബയോ സ്ലറി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുവേ. നോക്കി സ്ലറി ഇതുപോലെ പൈപ്പിൽ എടുക്കുകയാണ് കണ്ടോ. ഞാൻ അവിടെ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ വേസ്റ്റ് ആയിടുന്നേ? ഇതിനകത്ത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റും, ബനാനയുടെ പീല്, എല്ലാം, ചക്കയുടെ വേസ്റ്റ്, എല്ലാ വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഇടും. എല്ലാം. ഈ മീറ്റ് അങ്ങനത്തെ ഒന്നും ഇടത്തില്ല. അതെ, നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ചരിഞ്ഞു പോയി വെച്ചത്. ഇതാണ്ടേ, ഇതുപോലെ വേസ്റ്റ് ഇട്ട് എത്ര ദിവസം വെച്ചേക്കണം? ഇത് കുറെ നാളായി. ഇത് വെച്ചിരുന്ന ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ലിക്വിഡ് കിട്ടാൻ തുടങ്ങും. ഒരാഴ്ച വെച്ചിരുന്നാ കിട്ടും. ഞാനത് കളക്ട് ചെയ്തിട്ട് കണ്ട. വെള്ളമൊന്നും ഒഴിക്കത്തില്ലല്ലോ, ചുമ്മാ ഇട്ട് വെച്ചേക്കത്തേ ഉള്ളോ? വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ച് വയ്ക്കും. അപ്പൊ എത്ര ml ഉപയോഗിക്കും ലിറ്ററിലേക്ക്? ഒരു 30 ml ഉപയോഗിക്കാം. 30 ml 1 ലിറ്ററിന്. 30 ml 1 ലിറ്ററിൽ മിക്സ് ചെയ്ത് രാവിലെ ഞങ്ങൾ അടിച്ചു കൊടുക്കും. അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഞാനൊരു വേറൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്, കഞ്ഞിവെള്ളം. ഞാനത് പറഞ്ഞുതരാം. കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ശർക്കരയും എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് വയ്ക്കും. ഡെയിലി ചൂട് കഞ്ഞിവെള്ളം കൊണ്ടുവരത്തില്ല. കഞ്ഞിവെള്ളം വെച്ച് പുളിപ്പിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ച് വെക്കും. ഇതൊരു കപ്പ് ഇതാവുമ്പോൾ എനിക്ക് കുറേ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് 1 ലിറ്റർ ആവുമ്പോൾ 1 ബക്കറ്റ് ഫുള്ളാവുമ്പോൾ അത് എടുത്ത് 2 ബക്കറ്റ് വെള്ളവും കൂടെ ചേർത്ത് ഫുള്ളായിട്ട് അടിച്ചു. വല്ല സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ കരിക്കിന്റെ തേങ്ങയുടെ വെള്ളം കിട്ടുവാണെങ്കിൽ അതും നല്ലയാ. അതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇരട്ടി വെള്ളം ചേർത്ത്. തേങ്ങയുടെ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മള് ഇപ്പം പുളിപ്പിച്ച തേങ്ങ വെള്ളം ആണെങ്കിൽ 5 ഇരട്ടി വെള്ളം ചേർക്കും. അതെ 5 ഇരട്ടി വെള്ളം ചേർക്കണം. അതേസമയം ഫ്രഷ് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് അടിക്കും. അത് അന്നേരം പൊട്ടിച്ചിട്ട് നമ്മൾ അടിക്കും. പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. ഭയങ്കര എഫക്റ്റ് വളരുന്നതിന് ഗ്രോത്തിന് ഭയങ്കര നല്ലതാ പുളിപ്പിച്ച കഴിഞ്ഞാൽ. മറ്റേ അന്നേരം ഉടയ്ക്കുന്നതിനകത്ത് പൊട്ടാഷ്യം കൂടുതലാ, പൂക്കാനും നല്ലതാ അന്നേരം ഉടയ്ക്കുന്നത്. അതെ നമുക്ക് വീട്ടിൽ 1 രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഇതുപോലത്തെ ഈസി ആയിട്ട് വളങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി ടിപ്പുകളൊക്കെ നമ്മുടെ ഷാഹിദാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി അനുഭവം ഉള്ളതാണ്. ഒരുപാട് ആ പ്ലാനിൻ്റെ ഹെൽത്ത് കാണുമ്പോൾ അറിയാം. ഒരാൾ പറയുന്നത് മാത്രമല്ല, അത് പ്രവൃത്തിയിലാണത് കാണുന്നത്. അത്ര ഭംഗിയിലാണ് എല്ലാ പ്ലാന്റുകളും നോക്കുന്നത്. അപ്പം നമുക്കിന്ന് ടിപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്ന നമുക്ക് ഒത്തിരി താങ്ക്സ്. ഇനി നമുക്ക് ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാം അല്ലയോ? ഓക്കെ, ബൈ.